പനി ഉണ്ടാന്ന് നോക്കിയത്. പനിയാണെന്നാണ് തോന്നുന്നത്. നല്ല ചൂട്. പനി ഉണ്ടോ? ഇത് സംഭവമൊന്നുമില്ല. പണിയൊന്നും ചെയ്യില്ല. സ്റ്റൗവിന്റെ അടുത്ത് കറങ്ങിയാണ്. അതിന്റെ ചൂടാണ്. ഇല്ല, നല്ല ചൂടുണ്ട്. സത്യമായിട്ട് ചൂടുണ്ടേ. ഇപ്പോ നല്ല പനിയാണോ? നല്ല പനിയാണെന്ന് ചോദിച്ചു. നീ എന്തോ ഇത് നല്ല പനിയാ. ഓ, പനിയെന്ന് പറയണ മോശമാണ്. പിന്നെ നല്ല പനിയാണെന്ന് ചോദിക്കണം എന്തിനാണ്? അല്ല, നല്ല വലിയ പനിയാണെന്ന് അറിയണ്ടേ? ഇതൊക്കെ തെറ്റാണ്. ഇതെല്ലാം കുഴപ്പമാണ്. നമ്മൾ നല്ല ചുമയുണ്ടോ, നല്ല പനിയുണ്ടോ, അല്ല മോശം ചുമയുണ്ടോ ചോദിക്കും. ആണോ? മോശം പനിയുണ്ടോ ചോദിക്കും. മോശം പനിയുണ്ടോ? എന്നെ കണ്ടിട്ട് പറഞ്ഞാണ്. കാണാൻ മോശമാണ്, അപ്പം മോശം പനിയായിരിക്കും. അതുകൊണ്ടല്ല, ഇത് നല്ല പനിയെന്ന് ചോദിക്കാൻ പാടില്ല. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് വയറിളക്കം ഉണ്ടോ? ഇനിയില്ല. നീ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് എന്താ ചോദിക്കും? വയറിളക്കത്തിന്റെ മരുന്നുണ്ടാന്ന് ചോദിക്കും. അപ്പൊ ഒരു വയറിളക്കത്തിലുള്ള മരുന്ന് തരും. വയറിളക്കം നിൽക്കാനുള്ള മരുന്നുണ്ടോന്നാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ചോദിക്കണല്ലേ? പിന്നല്ലാതെ ചുമ്മാ അല്ല എന്റെ വയറിളക്കം മാറാത്തത്. നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട രീതി പറയേണ്ട സ്ഥലത്ത് പറയണം. ശരിയാണ്. ഇല്ല, ഇങ്ങനെ പറ്റും. ഇനി ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പനിയെ തിരിച്ചിട്ട് തലതിരിഞ്ഞ് കിടക്കാതെ. എന്താ കാര്യം അറിയില്ല. ഇത് പരത്തുന്ന എന്താ? വവ്വാല് എങ്ങനെ കിടക്കുന്നത്? തലകീഴായി. അതുകൊണ്ടാണ് നിപ്പ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മുടെ മുതലാളി സർവ്വവിജ്ഞാന കോശം, അറിവിന്റെ കൂമ്പാരം. നമ്മള് ഓരോ കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്യണം. മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ നിപ്പ കോട്ട കൂടുതൽ നിപ്പണ്ട, അകത്തൊരു നിപ്പ്. നന്നായി വൃത്തിയാക്കണം. ഒരാൾ ഇറങ്ങി വരുമ്പോ ചൂലും കൊണ്ട് നിൽക്കാൻ പാടില്ല. അങ്ങോട്ട് മാറി വൃത്തിയായിട്ട് സൂക്ഷിച്ചു. അത് ജോലിയൊന്നുമില്ലേ? പോയി ചെയ്യ്. വൈകുന്നേരം ആള് വന്ന് കയറുമ്പോഴത്തേ പിന്നെ വയ്യ. അതുകൊണ്ടാണ്. എനിക്കും തലവേദന. അയ്യോ, നല്ല തലവേദന ഉണ്ടാ? അഴുക്ക തലവേദന ഉണ്ടാ? ഓ, കുറച്ച് ചെറിയായിട്ട്. കുറച്ച് കിടന്നോട്ടെ. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? എവിടെ? ചുമ്മാ ഒരു സിനിമ കണ്ടിട്ട് വരാം. സിനിമ ഇപ്പഴാ? ഇവിടെ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പൊ സിനിമയ്ക്ക് വരെ എങ്ങനെ? ഇപ്പൊ ഇവിടെ ആരും ഇല്ലല്ലോ. ഇനിയല്ലേ ആള് വരുന്ന സമയമുണ്ടല്ലോ. നമ്മൾ ഇപ്പോഴല്ലേ ശരിയാക്കി വെച്ചാലല്ലേ വൈകുന്നേരം ആകുമ്പോ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. അല്ല, അതിന് ഇവരുണ്ടല്ലോ. അതിൽ കുട്ടിയുടെ ഒരു പണി ഇവിടെ ചെയ്യാറില്ലല്ലോ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഞാനൊരു സ്ഥാപനം തുടങ്ങിയിട്ട് കണ്ടവനെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവസ്ഥ ആലോചിക്കുകയാണ് നീ. അല്ല, എല്ലാ ആളുകളും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? എല്ലാ ആളുകളും ഇങ്ങനെയല്ല. നമ്മളൊരു കാര്യത്തോട് ആത്മാർത്ഥമായി സമീപിച്ചാൽ മാത്രമേ അത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു സിനിമ കണ്ടോന്ന് വെച്ചാൽ നമ്മുടെ ബെനിഫിറ്റ് കുറഞ്ഞു. നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു സമയവും കാലവും ഉണ്ട്. ഞാൻ ഈ വീട്ടിലിരുന്നിരുന്ന് മടുത്ത് കൂട്ടേട്ടാ. ഒരു സിനിമ കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ കൂട്ടേട്ടൻ. നീ ഇറങ്ങി നടക്ക് കുറച്ചു നേരം. അപ്പൊ എനിക്ക് സിനിമ കാണാൻ പോകാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അല്ലേ, എനിക്കറിയാം. കുട്ടിയുടെ എന്നോട് ഒരു തരിപ്പ് പോലും സ്നേഹമില്ലാന്ന്. ആ സുനിതനെ അവളുടെ ഭർത്താവ് നോക്കുന്നൊന്ന് കാണണം. എങ്ങനെയാ നോക്കുന്നത്? അവൾ എന്ത് ചോദിച്ചാലും അത് സാധിച്ചു കൊടുക്കും. എന്താണ്? അവള് സാരി ചോദിച്ചാൽ അപ്പോഴേ മേടിച്ചു കൊടുക്കും. ചുരിദാർ ചോദിച്ചാൽ അപ്പോഴേ മേടിച്ചു കൊടുക്കും. ഒരു സിനിമയ്ക്ക് ഓണെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരാലോചന അപ്പൊ തന്നെ സിനിമയ്ക്ക് കൊടുക്കും. ഇത് കുശുമോട്ട് പറയുന്നത്. ഇതൊന്നുമല്ല. സ്നേഹം മൂത്തിട്ട് അദ്ദേഹം സുനിതനെ സു എന്ന് മാത്രം വിളിക്കാറുണ്ട്. അതാണ് ആ സ്നേഹം. അല്ലാതെ കുട്ടിയുടെ വിളിക്കുന്നത് എപ്പോഴും. എന്താ കുട്ടിയുടെ എന്നോട് ഇങ്ങനെ വരുമാറുന്നത്? അത് കൊള്ളാം. സുനിതയുടെ ഭർത്താവ് സുനിതയെ വിളിക്കും പോലെ നീ വിളിക്കാനല്ലേ പറഞ്ഞത്? സുനിതയുടെ ആദ്യത്തെ അക്ഷരം എന്താ? ചിന്താമണിയുടെ ആദ്യത്തെ അക്ഷരം എന്താ? ചി. ഞാൻ അങ്ങനെയല്ലേ വിളിച്ചത്? ചിന്താമണി വിളിച്ചാൽ മതി. പക്ഷെ സിനിമയ്ക്ക് പോകണം. പറ്റില്ല, നടക്കില്ല. കുട്ടിയുടെ ഒരു കാരണവശാലും നടക്കില്ല. എനിക്ക് എന്റെ സ്ഥാപനത്തോട് ആത്മാർത്ഥമുണ്ട്, സ്നേഹമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ സ്ഥിതിക്ക് എനിക്ക് ഇവിടെ മാറി നിൽക്കാൻ പറ്റില്ല. നീ പോ, വേറെ വെല്ലുണ്ട് നോക്ക്. സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോയില്ല. ഇല്ല, പോ. എന്റെ ജീവിതം ഈ വീട്ടിൽ കിടന്ന മുടിയാനാണ് എന്റെ വിധി. എന്റെ ഈശ്വര, എനിക്ക് മാത്രമാണ് ഇങ്ങനത്തെ വിധി. എന്നാലും എന്റെ ദൈവം, എന്റെ ജീവിതം ഇവിടെ കിടന്ന് എങ്ങനെ നരകിച്ച് തീരാനാണല്ലോ വിധി. ഒരു സിനിമയ്ക്ക് പോകാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. എനിക്ക് ആരുമില്ലല്ലോ. എന്റെ ദൈവം, നീ മാത്രം. അച്ഛ, എനിക്കൊരു സിനിമ കാണാൻ ആഗ്രഹം. ഈ കുട്ടിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു
ചോദിച്ചു എന്നെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. കുട്ടനെ സമ്മതിക്കുന്നില്ല അച്ഛാ. അവൻ സമ്മതിക്കുന്നില്ലെന്നാ? ഇല്ല അച്ഛാ. അവള് നിനക്ക് സിനിമയ്ക്ക് കൊണ്ടുപോയി എന്താ? നീ ഇല്ലേ അവളെ കൊണ്ടുപോകേണ്ടത്, പിന്നെ വേറെ ആരെങ്കിലും കൊണ്ടുപോകൂ? അതെ. അപ്പൊ ഞാൻ ഈ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപനം തുടങ്ങിട്ട് അത് തുറന്നിട്ട് അങ്ങ് പോണോ? അല്ല മക്കളെ, ഈ കടയും തുറന്നിട്ടിട്ട് അവൻ പോയ ഇവിടെ കച്ചവടം നടത്തണ്ടേ? അത് പിന്നെ ആര് ചെയ്യും? എന്റെ അച്ഛ അതിനല്ലേ ഇവിടെ 2 ജോലിക്കാരുള്ളത്, അവര് നോക്കിക്കോളില്ലേ? അതിനല്ലേടാ ഈ 2 ജോലിക്കാരെടുത്തിരിക്കണം, അവര് നോക്കിക്കോളും. അവര് ചെയ്യുന്ന ജോലി കണ്ട അതെന്തോട്ടാ? അവർ കളിക്കണം. ഈ കള്ളന്മാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകേണ്ടത്. മക്കളെ, എന്ത്? അവന്മാരെ ഏൽപ്പിക്കാൻ പറ്റൂല. എന്താ? കള്ളന്മാരാ. അവന്മാരെ ഏൽപ്പിച്ചിട്ട് ഇത് പൂട്ടേണ്ടി വരും. അവന്മാര് കൊണ്ടുപോകും പൂട്ടുന്നാക്കോ. എന്റെ അച്ഛ അതിന് ഇപ്പൊ ഇവിടെ കച്ചവടം ഒന്നും നടക്കുന്നില്ലല്ലോ, പിന്നെ എന്താ കുഴപ്പം? ഇപ്പൊ ഇവിടെ കച്ചവടം ഒന്നുമില്ലല്ലോ, ആരും ഇല്ലല്ലോ, നിനക്കൊന്ന് പോടാ. അപ്പൊ കച്ചവടം നടക്കുന്ന വൈകുന്നേരമാണ്. അപ്പൊ വൈകുന്നേരം കച്ചവടം നടക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണ്ടേ? വൈകുന്നേരം കച്ചവടം നടക്കണേ ഇപ്പോഴേ ഉണ്ടാക്കിയാലല്ലേ വൈകുന്നേരം ആള് വരുമ്പോൾ സാധനം കൊടുക്കാൻ പറ്റൂ. അച്ഛാ, ഒരു സിനിമ എത്ര മണിക്കൂറാണ്? 2.5 മണിക്കൂർ. ഈ 2.5 മണിക്കൂർ എന്റെ കൂടെ ഒന്ന് വന്നെന്ന് വെച്ച് ഇവിടുത്തെ കച്ചവടം പോവോ? സിനിമ കഴിഞ്ഞ് നമുക്ക് ഇവിടെ വന്നിട്ട് അവിടെ ഇരിക്കാനോ കൂട്ടാട്ടിന്? സിനിമ 2.5 മണിക്കൂറല്ലേ ഉള്ളൂ. സിനിമ 2.5 മണിക്കൂറേ ഉള്ളൂ. ഒരു കട പൂട്ടാൻ 1 മിനിറ്റ് മതി. സിനിമയ്ക്ക് പോയാൽ കട പൂട്ടിപ്പോവെന്ന് അവൻ പറയുന്നത്. ഇത് ചുമ്മാ മുട്ടപ്പൊക്കെ ഞാൻ പറഞ്ഞതാണ് കൂട്ടനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട്. എടി, ഇത്രയും പൈസ മുടക്കി ഞാനൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അന്തസ്സായി നടത്തിക്കൊണ്ട് പോകണ്ടേ എനിക്ക്? അപ്പൊ നിനക്ക് ഇങ്ങനെ സിനിമ കാണാൻ പോകണം, നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം, നിനക്ക് അവിടെ പോകണം, ഇവിടെ പോകണം എന്ന് പറയുമ്പോ നിന്റെ പിറകെ ഇറങ്ങി നടന്ന ഒരു നിങ്ങളായി നിങ്ങളാ പാടായി. ഞാൻ ഓട്ടോ വിളിക്കാൻ പോയിരുന്നാണ്, പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ. സിനിമയ്ക്ക് കൊണ്ടുപോയില്ലയോ? ഇല്ല. തീരുമാനങ്ങളായിരിക്കും. എന്ത് തീരുമാനത്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് നടപ്പിലാക്കരുത്. ഞങ്ങൾ സഹായിക്കാം. എന്താണ് നിങ്ങൾ സഹായിക്കേണ്ടി വരില്ല, ഞാൻ അങ്ങ് തീരുമാനിക്കും. ചിലപ്പോ അത് ചിലപ്പോ ഇല്ലേ പുറത്തു വേണ്ടി വരും. നിന്നെ നിന്നെ കട്ട എടുത്തു വിടറ, കട്ട എടുത്തു വിടറ. അല്ലേ, കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഇടയ്ക്കുണ്ടായിരുന്നല്ലേ, അത് ഹൈപ്പിച്ച് പോയ സാധനം ഉണ്ടായിരുന്നല്ലോ. അത്രയൊക്കെ നമ്മൾ പിടിച്ച ചിലപ്പോൾ നമ്മൾ ചത്തു. അതിന്റെ ഫസ്റ്റ് പോർഷനിൽ എന്തും പിടിക്കുവാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മധുമൊഴി രാധ നിന്നെ തേടി എന്റെ കട്ട എടുത്തോ. അത് വെച്ചിട്ട് അങ്ങനെ എടുത്തോ അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ അതിനൊക്കെ പിടിക്കാൻ പോയി ചത്തു. 7 സ്വരങ്ങളും തഴുകി വരും. എന്ത് രസമല്ലേ, എന്ത് രസമായിട്ടത് പാടി വെച്ചിരിക്കുന്നല്ലേ. വേറെ ഉണ്ട്, വേറെ അതുപോലെ എനിക്ക് വന്ന് നമ്മുടെ ആദ്യമായി കണ്ടതാ. എന്ത് സുഖം അതൊക്കെ കേൾക്കുമ്പോല്ലേ. അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട് ചന്ദനപ്പടിയുള്ള നമ്മൾ സംഗീതത്തെ നമ്മൾ അതുപോലെ അറിയണം. കാര്യം ഞാനൊക്കെ എന്ന് പറഞ്ഞാല് അവനറിയാം, മണിക്കൂട്ടനറിയാം, എനിക്കറിയാം. നമ്മള് സംഗീതപരമായിട്ടുള്ള ജീവിതമായിരുന്നു. കുടുംബം മൊത്തം പാട്ടുകാരല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര പാട്ടുകാരാ. എന്ത് രസമാ. അമ്മച്ചി ചെല്ലമ്മച്ചി, അമ്മച്ചിയെ തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ വാനമ്പാടി എന്ന് എല്ലാരും വിളിക്കുന്നത്. പഞ്ചായത്തിലെ വാനമ്പാടി ചെല്ലാംച്ചി. എന്ത് സമ്മാനങ്ങളെ മാറിക്കൂട്ടിരിക്കുന്ന അമ്മച്ചി പണ്ട് ശാസ്താം പാട്ട് പാടുമായിരുന്നു. അന്ന് ഞങ്ങൾ ഇവിടെ ശാസ്താങ്കാവില്ല താമസിച്ചോണ്ടിരുന്നു. ആ സമയത്ത് അമ്മച്ചി ശാസ്താം പാട്ടിന് ഉസ്താദായിരുന്നു. പിന്നെ എന്റെ അച്ഛൻ, അച്ഛന്റെ സംഗീതം ഒരു രക്ഷയില്ല. ഉള്ളം പാട്ടാ, ഒരു രക്ഷയില്ല.
അന്നൊക്കെ ഓരോ കുട്ടികളും അച്ഛന്റെ ഗാനങ്ങൾ കേട്ട് ഇങ്ങനെ നിൽക്കുമോ? കേട്ട് അങ്ങനെ നിൽക്കും. എന്ത് രസമുള്ള ഗാനങ്ങൾ അച്ഛൻ പാടുന്നത് മണിക്കൂറിനറിയാം. എനിക്കറിയാം. പിന്നെ പെങ്ങളുടെ കാര്യം അറിയാമല്ലോ. അത് നാട്ടിൽ പാട്ടാ. ഇത്തരം പാട്ടുകാരുടെ ഞാൻ മാത്രം എങ്ങനെ സംഗീതം പഠിക്കാതിരിക്കും? മനസ്സിലായോ? സ്വാഭാവികം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അയ്യോ എന്ത് രസമായിട്ടാ. ഞാൻ ഇവര് പറഞ്ഞാൽ വിശ്വസിക്കില്ല, മണിക്കൂട്ടൻ അറിയാം. ഞാൻ പാട്ട് പാടി മഴ വരെ പെയ്ച്ചിട്ടില്ലേ? അല്ല, പാട്ട് പാടിയപ്പോ മഴയത്ത് ഇറക്കി വിട്ടുന്നില്ല കേട്ടത്. അങ്ങനല്ല, അത് ഞാൻ പാട്ട് പാടിക്കൊണ്ട സമയത്ത് മഴയത്ത് ഇറങ്ങി പോവായിരുന്നു. ഇറക്കി വിട്ടതല്ല. ഇറക്കി വിട്ടതല്ല. അല്ല ചിലപ്പോ ഉച്ചിരി വെള്ളം വീണ ഇതൊക്കെ മാറുമെന്ന് വിചാരിച്ചാണ്. അതല്ലാതെ ഞാൻ ക്ലാസ്സിൽ വന്ന് പോയ സമയത്ത് ഞാൻ കുട എടുക്കാതെ പോയത്. മഴയല്ല, പെട്ടെന്ന് വരും. മഴ തന്നെ ലെറ്റർ ഇട്ടതാണോ വരുന്നത്? അല്ലല്ലോ. കാലം ഒരുപാട് മാറിപ്പോ. അന്നത്തെ ഇപ്പോഴത്തെ പാട്ടുകാർക്ക് കുട്ടികൾക്ക് എന്തെല്ലാം അവസരങ്ങളുണ്ടല്ലേ? സ്കൂളിൽ പഠിക്കും പാട്ട് പാടും. സ്കൂളിൽ പഠിപ്പിക്കും. സ്കൂളിലെ ടീച്ചർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കുകയുള്ളൂ. പഠിപ്പിക്കത്തില്ല എന്നെ. ശിവദാസൻ പാട്ട് പഠിക്കണ്ടെന്നേ പറയുള്ളൂ. അവരൊക്കെ കാരണം ഞാൻ ഈ പഠിത്തം കുറച്ച് പിന്നിലേക്കായി പോയി. ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ തൊട്ട് ക്ലാസ്സിന്റെ ആ വാതിലല്ലേ നമ്മുടെ ആ കഥയിന്റെ ഒക്കെ ഇടയ്ക്ക് ആ ഭാഗത്ത് എന്നെ അവിടെ നിർത്തും. എന്നിട്ട് ഇങ്ങനെ പാടിക്കും. ടീച്ചർ എപ്പോഴും അന്നൊക്കെ റേഡിയോ ഒന്നും ഇല്ലല്ലോടാ, സ്കൂളിൽ വെക്കുമല്ലോ. അപ്പൊ സാറും ടീച്ചർമാരൊക്കെ എന്നെ കൊണ്ട് ഇങ്ങനെ പാടിപ്പിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് തന്നെ പ്രശ്നം. അവർക്കൊക്കെ പാട്ട് പാടിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് കിട്ടും. ഫ്ലാറ്റ്, കാറ്, ലക്ഷം കോടി രൂപയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ കിട്ടുന്നുണ്ട്. അന്നൊന്നും അതില്ല. പിന്നെ എന്താ ഉള്ളത്? അന്നൊക്കെ ഞാൻ പാടുന്ന സമയത്ത് എത്ര TC മേടിച്ചിരിക്കുന്നത്. ഞാനൊക്കെ പാട്ട് പാടി TC മേടിക്കുമായിരുന്നു. ഓരോ സ്ഥലത്തു നിന്ന്, ഓരോ സ്കൂളിൽ നിന്ന്. പിന്നെ ഇഷ്ടം പോലെ. പിന്നെ ചെല്ലാമച്ചിക്ക് മേലാതെ ഈ നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ചെല്ലാമച്ചി പറഞ്ഞു ഇനി നീ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലേക്കാക്കി. സംഗീതം മുഴുവൻ വീട്ടിലേക്കായി. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെല്ലാമച്ചി സപ്പോർട്ട് ചെയ്തിട്ടില്ലേ പാട്ടിലൊക്കെ? ഭയങ്കരമായിട്ട്. എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്നെ സംഗീതത്തിലേക്ക് ഇറക്കി വിട്ടത് തന്നെ എന്റെ ചെല്ലാമച്ചിയാണ്. അതെങ്ങനെയായിരുന്നു? ഈ ചെല്ലാമച്ചി വീണ്ടും അതൊക്കെ ഇരുന്നുണ്ട് ഈ ഓലമെടയും ഒക്കെ ചെയ്യുന്നത്. ഓലമെടയും ഓല ഈ ചൂല് കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ രീതി കട്ടെടുക്കും. അത് പണ്ടും ഉണ്ടായിരുന്നല്ലേ? അപ്പൊ അതല്ല, ഞാൻ അന്ന് ചുമ്മാ വികൃതിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ എടുക്കുമ്പോ ചെല്ലാമച്ചി പറയും പോടാ നിന്റെ പാട്ടിന് പോടാ, നിന്റെ പാട്ടിന് പോ എന്ന് പറയും. എനിക്ക് ആദ്യം ഒന്നും പിടിയിട്ടില്ല, കാര്യം ഞാൻ കുഞ്ഞല്ലേ. പിന്നെ എനിക്ക് ഇതിന്റെ ടോൺ മാറി തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെല്ലാമച്ചിയെ ഡിസ്റ്റർബ് ചെയ്യുമ്പോ, ശല്യപ്പെടുത്തുമ്പോ ചെല്ലാമച്ചി പോ നിന്റെ പാട്ടിന് പോ, നിന്റെ പാട്ടിന് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഉള്ളിലെ സംഗീതത്തെ ഞാൻ തിരിച്ചറിഞ്ഞത്. പിന്നെ സ്വന്തം മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അത് പുറത്തേക്കാണോ നോക്കിയില്ല. ഞാൻ നേരെ സംഗീതത്തിന്റെ വഴിയിലേക്ക് അങ്ങ് പോവാ. അങ്ങനെ അതിലടാ എനിക്ക് ശബ്ദത്തിൽ ഇത്ര അത് ഞാൻ അമ്മച്ചിയെ അനുസരിക്കുന്നത് കൊണ്ടാ. അതുപോലെ തന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ട്, സിനിമയിലൊക്കെ ഉള്ള പാട്ടൊക്കെ പാടുന്ന. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോഴത്തെ പിള്ളേരല്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. MG സോമൻ. നല്ല രസമായിട്ട് പാടും. സോമൻ സിനിമ നടനാണ്. ഇവന് സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന്. അല്ലല്ല, സിനിമാ നടനാണ്. അദ്ദേഹം മരിച്ചുപോയി. വലിയ നടനാണ് MG സോമൻ. പിന്നെ നേരെ തിരുമേനി നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന MG സോമനെ അറിയാൻ മേലെ മണിക്കുട്ട. അത് എന്നതായി പറയും MG ശ്രീകുമാർ ആയിരിക്കും. ഇവരുടെയൊക്കെ കാര്യമില്ല. സിനിമാക്കാരൊക്കെ ഈ പെട്ടെന്ന് പേര് മാറ്റുന്നുണ്ട്. എനിക്ക് ഈ പിടി കിട്ടുമല്ലോ. അപ്പൊ ഈ MG സോമൻ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ വരും. ഞാനും ഒരു ഭയങ്കര കൂട്ടുകാരായിരുന്നു. അപ്പൊ അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മച്ചി പഴങ്കഞ്ഞി. പുള്ളിക്ക് പഴഞ്ചോറ് വലിയ ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വീട്ടിലോട്ട് വന്നിട്ട് അത് ഇതിനൊന്നും കണ്ടാ നമുക്കും കൂടെ അരിച്ചം വരും. അതുപോലെ ഇരുന്നോണ്ട് അങ്ങ് പഴങ്കഞ്ഞി തീറ്റിയാ. അതങ്ങോട്ട് മുളകൊക്കെ ഇട്ട് ഞാവടി തൈരൊക്കെ അങ്ങോട്ട് ഒഴിച്ച് പഴയ മീനൊക്കെ ഇട്ട് ഞാവടി അങ്ങോട്ട് എടുത്ത് കുറച്ച് ചക്ക തൈരോടൊക്കെ ഒഴിച്ചിട്ട് ഒരു ഞാവട അങ്ങോട്ട് ഞാവടി ഉണക്കം ഇടാൻ അങ്ങോട്ട് പിച്ചി എടുത്ത് ഒരു വിരവല് പഴങ്കഞ്ഞി കുടിച്ചിട്ട് ബാക്കി കാര്യം ഇരുടാണ്. അപ്പൊ ഈ സാധനം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം ഈ പുള്ളി അമ്മച്ചിക്ക് ഏത് സമയം അമ്മ ഈ ചില സമയത്തൊക്കെ ഇങ്ങനെ ചുമ്മാ ആവശ്യമില്ലാതെ കയറി വന്ന് പഴങ്കഞ്ഞി കുടിക്കും. ആർക്കാളും ഇഷ്ടപ്പെടും. അപ്പൊ ഒരു ദിവസം ഞാൻ ഇല്ലാത്ത സമയത്ത് ഈ പുള്ളി ഓടി വന്നിട്ട് പഴങ്കഞ്ഞി ഇരിപ്പുണ്ട് ചെല്ലാമച്ചിന്ന് ചോദിച്ചു. ചെല്ലാമച്ചി അടുത്ത് ഞാൻ ദൂരെ കളഞ്ഞെന്ന് പറഞ്ഞാൽ ചട്ടി എടുത്ത് കമ്പി അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു പോടാ പോ ഇതിന്റെ പാട്ടിന് പോകാൻ പറഞ്ഞു. പാട്ടിന് പോടാന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചി അങ്ങനെ മുഖം കറുത്ത് പറഞ്ഞോളാം. പെട്ടെന്ന് മുഖത്ത് നോക്കി പെട്ടെന്ന് ശാട്ടിയോ ഞങ്ങളുടെ അമ്മച്ചിക്ക്. അങ്ങനെയാണ് പോടാ പോടാന്ന് പറഞ്ഞ് 2 പ്രാവശ്യം കുറുകി അവിടെ അങ്ങ് നിന്ന് പുള്ളി. എന്നിട്ട് പിന്നെയും പറയാ പോടാ നിന്റെ പാട്ടിന് പോ എന്ന് പറഞ്ഞപ്പോ അവന് കൊച്ചല്ലേ അവൻ തന്നെ ഇത് തന്നെ കേൾക്കുമല്ലേ. മുഖം കറുപ്പിച്ചും കൂടെ സംസാരിക്കുന്ന. അപ്പം അത് അവൻ ഉൾക്കൊണ്ട് പെട്ടെന്ന്
അവന് മനസ്സിലായി അങ്ങനെയാണ് പുള്ളി ഇപ്പൊ ഇത്രയും വലിയ പാട്ടുകാരനായി പാട്ടിലേക്ക് തിരിഞ്ഞു. അവൻ രക്ഷപ്പെട്ടു. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ പേരിൽ ഞാൻ ആ വഴി പോയില്ല, നാശിച്ചു പോയി. പിന്നെ അല്ലാതെ പുള്ളി ഇപ്പൊ സിനിമയിലൊക്കെ എത്തി കാശൊക്കെ ഉണ്ടാക്കി ഭയങ്കര സെറ്റപ്പ്. ഇടയ്ക്ക് വരും, വീട്ടിൽ വരും, കാണും, വർത്താനം പറയും, പഴകഞ്ഞ് കഴിച്ചു വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ അത് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ പഞ്ചായത്തിൽ വലിയൊരു സംഭവം നടക്കാണ്. ഇത്രയും തള്ളിക്കൊണ്ട് വന്നത് ഒരു കാര്യം ഒരുമിച്ച് അങ്ങ് പറഞ്ഞു തരുന്ന വലിയ കാര്യമായി പോനെ. പറയണം. അതെന്നു വെച്ചാല് കഴിഞ്ഞ വർഷം കണ്ട് ഇവിടെ വന്നതാണ്. ഒരു വർഷമായി. എന്റെ സംഗീതത്തെ കുറിച്ചുള്ള ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് അർത്ഥം ഒരു കാര്യം നമ്മൾ ഒരാളോട് പറഞ്ഞതിന് മുമ്പ് അതിന്റെ കാര്യകാരണങ്ങളൊന്ന് പറഞ്ഞ് വിശദമാക്കുന്നത് തെറ്റൊന്നുമില്ല. തീർച്ചയായും സമയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പഞ്ചായത്തില് തങ്കമണിയെ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ മതി. അപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ വലിയൊരു സംഭവം നടക്കാൻ പോവാണ് ഇന്ന് വൈകുന്നേരം. അതായത് നമ്മുടെ പഞ്ചായത്തിൽ ടൗൺ ഹാളിൽ വാസേട്ടൻ വരുവാ. നമ്മുടെ പഴയ ബ്ലോക്ക് മെമ്പർ ആയിരിക്കും. എടാ അതല്ലെന്ന് വാസേട്ടൻ. ഏത് വാസേട്ടൻ? ഒച്ചേ നമ്മുടെ വെള്ള താടിയൊക്കെ വളർത്തിയിട്ട് വെള്ള ജുബ്ബയൊക്കെ ഇട്ട് കാസറ്റ് കടയൊക്കെ വരച്ചു വെക്കുന്ന ഗാനഗന്ധർവൻ വാസേട്ടൻ വരുന്നു. യേശുദാസോ? അങ്ങനാണോ? ആ, അദ്ദേഹം നമ്മുടെ ടൗൺ ഹാളിൽ വരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടി എന്നതാണ് ഈ കൊച്ചു കൊല്ലു തന്നെ. യേശുദാസിനായിരുന്നു അത്രയും വരുന്നോ? ആ, യേശുദാസ് വരുന്നു നമ്മുടെ ടൗൺ ഹാളില്. മെമ്പറെ, വരണ്ടെന്ന് പറയാനോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് ചോദിക്ക്. എന്റെ തങ്കമണിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ പറ. ഗാനഗന്ധർവൻ യേശുദാസിനെ നേരിലൊന്ന് കാണണം. എന്റെ ജീവിത സംഗീതത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് സംഗീതത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കണം. ഇങ്ങനെയും കൂടിയാണ് ഇവൾ. അയ്യോ, എപ്പോഴാണ് വരുന്നത്? എങ്ങനെ കാണാൻ പറ്റും? ഇവനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്റെ തങ്കമണിയെ വാസേട്ടനെ ഒന്ന് കാണിക്കാൻ? ഒരു സിനിമയ്ക്ക് ഉണ്ടാകാൻ പറഞ്ഞിട്ട് കൊണ്ടിട്ടില്ല. ഒരു കാര്യമില്ല, ഈ പേട്ട് റേഡിയോയ്ക്ക് സാധിച്ചിട്ടുണ്ടോ വാസേട്ടന് ഒരു നല്ല ഗാനം മുഴുവൻ ഒന്ന് കേൾക്കാൻ? ഇല്ല, തുടങ്ങും അപ്പൊ തന്നെ നിർത്തും. ഞാൻ എടാ ഈ പഞ്ചായത്തിന്റെ മുത്ത് എന്നെ കൊണ്ട് സാധിക്കും. ഇന്ന് വൈകുന്നേരം സാറെ വീട്ടിൽ പഴഞ്ഞു കുടിക്കാൻ വരുമോ? അതല്ല പറഞ്ഞത്. എടാ വാസേട്ടനെ കാണാനുള്ള 2 VVVIP ടിക്കറ്റ് എന്റെ ഉണ്ട്. 1000 രൂപയുടെ 2 ടിക്കറ്റ് പോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1000 രൂപ എന്റെ ഇല്ല. ഇതിനേക്കാൾ സിനിമയ്ക്ക് പോയതായിരുന്നു. അതാകുമ്പോ 500 രൂപ തീരും. നീ ഓർത്ത് ഞാൻ ഈ 1000 രൂപയുടെ 2 ടിക്കറ്റ് നിനക്ക് തന്നിട്ട് നിന്റെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിച്ചോണ്ട് ഞാൻ ഇവിടുന്ന് മുങ്ങാനുള്ള തെറ്റപ്പാന്നായിരിക്കും ഇയാളുടെ വിചാരം. അത് തന്നെയാണല്ലോ എപ്പോഴും ചെയ്യാറുള്ളത്. തങ്കമണി അങ്ങനെ ചിന്തിച്ചിരിക്കുമായിരിക്കും. മെമ്പർ കൂടുതൽ ഡയലോഗ് പറയാനില്ല. ഇടാ മെമ്പർ മാറി. ഞാൻ അങ്ങനത്തെ വൃത്തികേട് കാണിക്കാൻ വേണ്ടിട്ട് വന്നതല്ല. ഈ 1000 രൂപയുടെ 2 പാസ് നിങ്ങൾക്ക് 2 പേർ കൂടെ കൊണ്ട് തരാൻ വേണ്ടി വന്ന ഞാൻ. കാരണം എനിക്ക് ഇന്ന് ആ ഫംഗ്ഷന് എത്താൻ പറ്റൂല. എന്താ? കാരണം ഇത് 3 മണിക്കാണ്. എനിക്ക് 5 മണി ആ നേരത്ത് ഡൽഹിയിൽ എത്തണം. സമയമില്ലല്ലോ. സമയമില്ല, ഇനിയിപ്പോ 6-7 മണിക്കൂറോടെ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് ഞാൻ വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ സന്തോഷമായിട്ട് 2 പേര് കൂടെ തന്നെ വാസുവേട്ടന്റെ ഈ പരിപാടിക്ക് നിങ്ങൾ പോയി കാണണം, പങ്കെടുക്കണം. കുഴപ്പമില്ലല്ലോ. ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുള്ളൂ. മെമ്പറെ, പുണ്യം കിട്ടും, പുണ്യം. മതി. എനിക്ക് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന മതി. എനിക്ക് വേറെ 10 പൈസ ഞാൻ വിളിക്കുന്നു. ശരി, സന്തോഷം മെമ്പറെ. സന്തോഷം. പോയി നന്നായിട്ട് വരിക. ഓക്കെ, ശരി. എന്നാ മകളെ ചെല്ലടാ. അപ്പൊ ഇന്ന് വൈകുന്നേരം നമ്മൾ ദാസേട്ടന്റെ പ്രോഗ്രാമിന് പോവാണേ. മനസ്സിലായല്ലോ? പാസ് 1000 രൂപ പാസ് വെറുതെ കിട്ടിയതാണ്. പിന്നെ 2 പേരും കൂടെ ഈ പാസുമായിട്ട് പോണം. അവിടെ വാസേട്ടനെ കാണണം. എനിക്കൊരു 50 രൂപ. ഒരു 50 രൂപ താടാ. മെമ്പർ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അല്ലല്ലോ. 1000 രൂപ 2 പാസ്സാവണം കേട്ടല്ലേ. 1000 രൂപ ഒന്നും ചോദിച്ചില്ലല്ലോ, 50 രൂപ അല്ലേ ചോദിച്ചുള്ളൂ. ലാഭമാണ്. പിന്നെ എങ്ങനെ നോക്കിയാലും അവന് ലാഭമാണ്. ഡൽഹി വരെ പോകണ്ട ഒരു മണ്ടിക്ക് ചെലവുണ്ട്. ഡൽഹി വരെ എത്താൻ 50 രൂപ കൊണ്ട് എന്തായാലും ചെലവുണ്ടാവും. സന്തോഷത്തോടാണ് നീ തന്നെ. ഇല്ലെങ്കിൽ വെച്ചോ എനിക്ക്. സന്തോഷത്തോടെ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ നമ്മൾ പോകുന്നു. ഈ സത്യം പറഞ്ഞാല് ഞാൻ ഈ 1000 രൂപ പാസ് എടുത്ത് പോയനെ. പിന്നെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ലാത്ത കാര്യം.
സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. അല്ല, എനിക്ക് അതിനെക്കാട്ടിലും മുഖ്യം ഇത് തന്നെയാണ്. അയ്യോ, അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് വലിയ കാര്യമല്ലേ കുട്ടിക്കാ? അയ്യോ, എപ്പോഴായിരുന്നു? ഞാൻ ചോദിച്ചിട്ട് പറയാം. ചോദിച്ചിട്ട് പറയാമേ. എനിക്ക് ലീവ് വേണം. ലീവ് വേണം. ലീവ് അപ്പം മരിച്ചുപോയി. അപ്പം മരിച്ചുപോയി. എപ്പോ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞു. വീട് വിളിച്ചായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ വാന്ന് പറഞ്ഞു. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. എനിക്കറിയാം അപ്പൂരാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. ആശുപത്രി കിടക്കായിരുന്നോ അതോ നേരത്തെ കുഴപ്പമില്ല ഉണ്ടായിരുന്നോ? ആശുപത്രി പറഞ്ഞാൽ കേൾക്കൂല, ആശുപത്രി പോകൂല, വീട്ടിലേ കിടക്കുള്ളൂ. ആരും ഇല്ലല്ലേ? ഞാനാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇപ്പൊ പ്രോഗ്രാമിന് പോകാൻ വേണം, വൈകുന്നേരം ആരും ഇല്ലാതായി പോലെ. 115 വയസ്സുണ്ടപ്പോ പിന്നെ ജീവിച്ച് കൊതിരുന്നില്ല എപ്പോഴും പറയാം. 115 വയസ്സായിട്ടും പൊക്കോളാനെ. ഇത് ശരിയാവൂല. ഞാൻ എത്ര വട്ടം സാറിന്റെ അടുത്ത് ലീവ് ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ. ഇതിപ്പോ പെട്ടെന്ന് പുള്ളിക്ക് ലീവ് കൊടുക്കുന്നതിന് നീ ചോദിക്കുന്ന പോലല്ലോ, ഇതൊരു മരണമായിട്ട് സംബന്ധിച്ചല്ലേ ഉപയോഗിച്ചത്. ഒരാൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അടുപ്പമുള്ള നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ, അങ്ങനെ ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ, ഒരു ആപത്ത് പറ്റുമ്പോൾ, അവരില്ലാതായി തീരുമ്പോ അവിടെ പോകണം. ഞാനും മരണത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്. എത്ര പിള്ളേര് പാലത്തിന് വേണ്ടി പെൺപിള്ളേര് ചാടി ആത്മഹത്യ നിന്നറിയ എന്നെ കാണാതെ. അപ്പോഴാണ് ഞാനും ചോദിച്ചത്, എന്നെ ഒന്ന് വിടാവോ, നിങ്ങൾ വിട്ടാ എന്നെ. നിന്റെ ഈ വൃത്തി സംസാരം ഉണ്ടല്ലോ, ഇവിടെ പാടില്ല. പ്രേമം വൃത്തിയേടാണ്. പ്രേമം വൃത്തിയേടാണ് ആണല്ലേ? വൃത്തിയേടാണല്ലോ. പ്രേമം വൃത്തിയേടാണോ? ഹലോ, നമസ്കാരം. അണ്ണാ ഓടിക്ക് ഒരു ഗ്രാമം പറഞ്ഞ അടിക്കേ. നമസ്കാരം. ആളെ മനസ്സിലായോ? മനസ്സിലായില്ല. ഇത് ആദ്യം ഞാൻ ഇവിടെ വല്ല സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു കട്ടറ. നമ്മുടെ ചായക്ക് സമയമായ ആ 7 ഹിൽസിന്റെ ഒരു 7 ചായ. അതാണ് ചായക്ക് സമയമായി. എടുത്തോളൂ. 3 6 പറഞ്ഞ എനിക്ക് എന്തടാ. ഞാൻ പോയിട്ട് വരട്ടെ. പോട്ടെ കുട്ടേട്ടാ, പോയിട്ട് പെട്ടെന്ന് വരാം. ഇതൊക്കെ കൊണ്ടുപോകും. എന്റെ കൂട്ടുകാരനാണ്, ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ എന്നെക്കാൾ മൂത്താണ്. പേര് കുര്യാക്കോസ്. ഞങ്ങളെ പറ്റി വലിയ കേട്ടറിവിനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ പുള്ളിക്ക് ഒരു മരണവുമായി ബന്ധപ്പെട്ടെന്തോ ചില കാര്യങ്ങൾ പോയിട്ട് വേണ്ടപ്പെട്ട ആരോ മരിച്ചുപോയി എന്നാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ട് സങ്കടം. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ആരോഗ്യമാണ് സർവ്വതനാൽ പ്രധാനം. അല്ലേ? നമ്മളെ സംബന്ധിച്ച് ഒരു റെസ്റ്റോറന്റ് എടുത്ത് കൊടുത്തോളൂ. ചായക്ക് സമയമായിരുന്നു. നമസ്കാരം, എന്റെ പേര് ദാസപ്പൻ. കല്യാണം കഴിച്ചിട്ടില്ല. നല്ല ആലോചന ക്ഷണിക്കുന്നു. ഏറ്റവും വലിയ ഫ്രൂട്ട് മത്തങ്ങ. ഫ്രൂട്ടാണോടാ? മത്തങ്ങ ജ്യൂസ് കുടിച്ചിട്ടില്ലേ? തണ്ണിമത്തൻ വരത്തില്ല. ആലോചിച്ച് നോക്ക്. ഏറ്റവും വലിയ ഫ്രൂട്ട് പഴവർഗം. ഇവിടെ ആകെ ഒരു പഴം ഉള്ളായിരുന്നു, അത് പുള്ളി പോയി. ചായ കൊടുക്ക്. ചായ കൊടുക്ക്. എന്താ എനിക്ക് അറിഞ്ഞൂടാ. ചക്ക. ചക്ക ഞാൻ വായിച്ചു. ഫേസ്ബുക്കിൽ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വരും ചക്കയുടെ. ഫേസ്ബുക്കിലെ ആളാ. ശരിയാ, ചക്കയാണല്ലോ ഏറ്റവും വലിയ ഫ്രൂട്ട് അല്ലേ? അപ്പോ അതിന്, അതായത് ചക്കയുടെ ഗുണങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അതെല്ലാരും ക്ലാസ് എടുക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി തരികയൊക്കെ ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാരാണ് ഈ വന്നിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഇവർ നോക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന്റെ സുരക്ഷ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും കൂടി നോക്കുന്ന ധീര ജവാന്മാരുടെ ഒരു പറ്റമാണ്. അങ്ങനെ അതായത് 2ാം ലോക മഹായുദ്ധ സമയത്തുള്ള ഭടന്മാരുടെ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു സെറ്റിൽമെന്റ് കോളനി. അവിടെ നിന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആരംഭം. ഞാനും സാറും ഒക്കെ ആയതുകൊണ്ട് ഒരേ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് സാറ് ഈ ചക്കയെ കുറിച്ചൊക്കെ ഉള്ള നിങ്ങൾ ഗ്ലാസ് എടുക്കുന്നു, ഞാനിവിടെ ആൾക്കാർ കുടിച്ചു വെച്ച ഗ്ലാസ് എടുക്കുന്നു. ഒരുപോലെയല്ലേ? അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കൂടെ പറഞ്ഞു വിട്ടായിരുന്നില്ലേ? കുഴപ്പമില്ല. അപ്പൊ സാറിന്റെ പേരെന്താണ്? സ്റ്റീഫൻ ടൈറ്റസ്. മാഡത്തിന്റെ പേര്? ലിസി. ഷെന്നി. 1000 ഏക്കറിലാണ് പുനരധിവസിപ്പിച്ചിരിക്കുന്നത് ആൾക്കാരെ. 1000 ഏക്കറിലാണ്. ഓരോ ജവാനും
4 ഏക്കർ വീതം ഭൂമി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. സർക്കാർ അലോട്ട് ചെയ്ത 1000 ഏക്കറിൽ ഓരോരുത്തർക്ക് 4 ഏക്കർ, ഓരോ ജവാന്റെ കുടുംബത്തിന് 4 ഏക്കർ. ബാക്കിയുള്ള 250 ഏക്കർ ഞങ്ങൾ ഈ സൊസൈറ്റി ആയിട്ട് ഒരു കോമൺ പ്ലേസ്, അവിടെ കൃഷിയും മറ്റുള്ള ഒരുപാട് ഫാം ആയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 5 വർഷം മുൻപ്, അതായത് ചക്കയുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മലയാളി ചർച്ച ചെയ്തപ്പെടുന്ന സമയത്ത് തന്നെ ഞങ്ങളത് അവിടെ ഒരു യൂണിറ്റ് ആരംഭിക്കുകയും അവിടെ ഒരു 10-20ഓളം പ്രൊഡക്റ്റുകൾ ഞങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക. ചക്കയിൽ മാത്രം, ചക്കയിൽ നിന്നുള്ള വിഭവം, ചക്കയുടെ ഏറ്റവും നമ്മുടെ മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചക്കപ്പഴം. അതെ, വരിക്കച്ചക്ക. അപ്പൊ അവിടെ മുഴുവൻ പ്ലാവുകളാണ്. അതെ, നമ്മുടെ ഫാമിലും പ്ലാവാണ്. ഈ 1000 ഏക്കറിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെ പറമ്പുകളിലും പ്ലാവ് ഒരു മിക്ക വൃക്ഷമാണ്. പ്രൊമോട്ട് ചെയ്യാം. സാറിന്റെ പേര് ഞാൻ ചോദിച്ചില്ലായിരുന്നു. ജോയ് എന്നാണ് പേര്, എന്റെ ജോയ്. അതെ അതെ അതെ, സെക്രട്ടറിയാണ് ഞാൻ ഈ എക്സ് സർവീസ്മെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സെക്രട്ടറി. 20 വർഷത്തോളമായിട്ട് ഞാൻ തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്നു. ഇത് നമ്മളൊരു നല്ല 4 മണി പലഹാരം, ചക്ക ഉണ്ണിയപ്പം, ആർക്കും ചെയ്യാവുന്നത്. ചക്ക പൾപ്പ് ചേർത്തിട്ട് നമുക്ക് ചക്കയുടെ ഉണ്ണിയപ്പം, പിന്നെ നമ്മുടെ വാഴയിലയിലുള്ള ചക്ക അട, എല്ലാം മലയാളികൾക്കും ഇഷ്ടപ്പെടുന്നതും അതുപോലെ അറിയാവുന്നതുമായിട്ടുള്ള ഉൽപ്പന്നം. അതിൽ ചക്ക പൾപ്പ്, ചക്ക അട. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിലേക്ക് പൂച്ച ഒഴുകിയത്. പൂച്ച ഒഴുകിയത് ഇപ്പൊ എങ്ങനെയുണ്ട്? പൂച്ച പുഴുങ്ങിയത്, പൂച്ച പുഴുങ്ങിയത് ചക്കപ്പഴത്തിന് ഒരു ഓരോ നാട്ടിലെ ഓരോ പേര് പറയുമ്പോൾ ആളുകൾ കഴിക്കാൻ പറ്റുന്ന സാധനമല്ലേ ഇതിന് പേര്. പൂച്ചയുടെ പേരൊക്കെ ഇടുന്നത്. പൂച്ച നല്ല ഓമനത്ത് വളരുതല്ലേ അല്ലേ? പൂച്ച പുഴുങ്ങിയത് അല്ലെങ്കിൽ ചക്കയട. അടുത്തത് നമ്മുടെ ചക്ക ഹൽവ, അരിപ്പൊടി പഞ്ചസാരയിൽ ചേർത്തിട്ടുള്ള ചക്ക ഹൽവയാണ്. അടിപൊളി ചക്ക ഹൽവ. ഇത് തന്നെ ചക്ക ഹൽവ തന്നെ. ഇത് ശർക്കര ആയിരിക്കും ഇതിൽ, അതുകൊണ്ടാണ് ആ കളറില് ശർക്കര ഉണ്ടാക്കിയത്. ഷുഗർ അരിപ്പൊടി. ഇതാണ് നമ്മുടെ ഒരു ഹെൽത്ത് ഡ്രിങ്ക്, ചക്ക സ്കോഷ്. ഒരു കെമിക്കലോ കളറോ ഒന്നും ചെയ്യാത്ത നാച്ചുറൽ ചക്കയുടെ പൾപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ചക്ക സ്കോഷ്. നല്ലൊരു ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ എക്സ് സർവീസ്മെൻ ആളുകൾ തന്നെയാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡിപ്പെൻഡൻസ് ഉള്ള ആളുകൾ സ്ത്രീകളാണ് കൂടുതലും. അവര് 5 പേർക്ക് നമ്മൾ നേരിട്ട് തൊഴിൽ കൊടുക്കുന്ന യൂണിറ്റിൽ മെഷീനറി കോപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ ഏകദേശം ഒരു എല്ലാം ഈ കോളനിയിലുള്ള നമ്മുടെ വിമുക്തപട ആശ്രിതർ തന്നെയാണ്. പിന്നെ ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ പുറത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങുകൾക്ക് കൊടുത്ത് പുറത്തൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഇവരെല്ലാം നമ്മളുടെ ട്രെയിനിങ് കിട്ടി ഇതിന് ആകൃഷ്ടരായിട്ട് പുതിയ യൂണിറ്റ് ആരംഭിച്ച്, ഒരു കുടുംബശ്രീ യൂണിറ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത പഞ്ചായത്തിൽ. അപ്പോൾ അവിടുത്തെ പ്രവർത്തകർ അവർ ഗംഭീരമായിട്ട് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ഇറക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. പിന്നെ ഇനി ഇതാണ് നമ്മുടെ ഈ ഡയബറ്റിക് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തെളിയിക്കപ്പെട്ട സാധനം ചക്ക പൗഡർ. അത് ഡ്രൈഡ് ജാക്ക് പൗഡർ, ഉണക്കിയ ചക്ക പൊടിച്ച പൊടിയാണ്. പച്ചച്ചക്ക കിട്ടാത്ത ഏത് സമയത്ത് നമുക്ക് അതെ ഉണക്കി നമ്മൾ ഡ്രയറിൽ ഉണക്കി പൊടിച്ചത്. ഇത് വെറുതെ 1 ടീസ്പൂൺ ഒരു ചൂടുവെള്ളത്തിൽ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസ് വളരെയധികം കുറയുന്നും. അത് ഏറ്റവും നല്ല ഇതായിട്ട് നമ്മളിപ്പോൾ പുതിയ പേപ്പർ വരെ ഇപ്പൊ വന്നു കഴിഞ്ഞു. ഡയബറ്റീസിന് ഏറ്റവും നല്ല ചക്ക പൗഡർ. അതെ അതെ അതെ. ഇത് അതിൻ്റെയൊക്കെ തന്നെ ചക്ക സീഡിന്റെയാണ്. നമ്മൾ ചക്കക്കുരു എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് കാണുന്ന സാധനത്തിന്റെ കുരുവിന്റെ പൗഡർ എന്നുള്ള അവലോസ് എന്ന് പറയുന്നത്. അതാണ് അത് നല്ല ടേസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. ഇത് മറ്റൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ ഡയബറ്റീസുകാർക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റി ഒരു ഫുഡാണ്. നമുക്ക് വേണമെങ്കിൽ ഒനിയൻ ജാക്ക് ഉണ്ണിയപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ദോശ മാവിൽ അതെ അതെ അതിലും മുളകൊക്കെ ചേർത്തിട്ട് മധുരം ഉണ്ടാവില്ല. വിത്തൗട്ട് ഉണ്ണിയപ്പം ജാക്ക് ഫുഡ്. ഇത് നമ്മളെ സീഡ് തന്നെ കുരുവിന്റെയാണ്. കുരുവിന്റെ പൗഡർ. പുട്ടുപൊടി നമ്മുടെ കടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ചക്കപ്പുട്ട്. അതെ ചക്കപ്പുട്ട്. അതെ അത് ചക്കപ്പുട്ട്. ഇത് നമ്മളുടെ ഈ അവലോസ് ചക്ക സീഡിന്റെ തന്നെ ഉണ്ടാന്ന് പറയുന്നത്. നമ്മള് അവലോസ് ഉണ്ടാന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഏറ്റവും വെറൈറ്റി സാധനം പിക്കിൾ. ഇത് ടെൻഡർ ചാക്ക്, അതായത് മൂപ്പ് ഇടിയൻ ചക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ പിക്കിളാണ്.
ഇത് വളരെയധികം മൂവ് ചെയ്യണതും നമ്മൾ ഇതിൽ എല്ലാം തന്നെ നമ്മൾ ഇതിലൊരു കെമിക്കൽ ഇതൊന്നും നമ്മൾ ചേർക്കില്ല. വിനാഗിരി പോലും ഞങ്ങൾ ആ നാച്ചുറൽ തെങ്ങിൻ ചോർക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. ഇത്രയും വിഭവങ്ങൾ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ പുത്തൻ കട്ടനിലേക്ക് അവർ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വിമുക്ത ഭടന്മാര് അവരുടെ കുടുംബത്തോടൊപ്പം വന്നതിന് തന്നെ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു പ്രത്യേകിച്ചാൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ വന്ന് ഞങ്ങളെ അവർ നേരെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലം ഏതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുക്കളയാണ്. അടുക്കളയിലേക്ക് സ്വാഗതം ചെയ്യും. ഞങ്ങൾ അടുക്കള കാണിക്കൽ ചടങ്ങുണ്ട് ഞങ്ങൾ. അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങള് രണ്ടുപേരോട് വന്നിട്ട് 2 വിഭവങ്ങൾ ഒന്ന് ഉണ്ടാക്കി തന്ന വലിയ സന്തോഷമായി. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? ചക്ക കട്ട്ലേറ്റ്, ചക്ക ദോശ. നമ്മള് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റ് ചക്ക വെച്ചിട്ട് ചക്ക ബീഫ് വെച്ചിട്ടുള്ള ബീഫ് റെഡിയാണ്. എല്ലാം റെഡിയാണല്ലോ. ഹെമ്പയുടെ ബീഫുണ്ട്. നമ്മളിപ്പോ ഇത് മിക്സർ എന്തൊക്കെ ചെയ്തിട്ടാ വെച്ചിരിക്കുന്നത്? ഇത് നമ്മൾ ചക്കയുണ്ട്, ബീഫുണ്ട്, പിന്നെ നമ്മള് സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം ചേർത്തിട്ട്. അതായത് നമ്മൾ കട്ട്ലേറ്റ് സാധാരണ ഈ പൊട്ടറ്റോ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചക്ക ഉപയോഗിച്ചു. ചക്ക പക്ഷെ വേവിച്ചിട്ട് വെച്ചു. സാധാരണ നമ്മളെ വെളിച്ചെണ്ണ തേങ്ങ. അപ്പൊ ഇതിനു വേണ്ടി ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞങ്ങൾ ഈ ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ മേഖലയിലാണ്. ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഒരു 20ഓളം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 2 സ്ഥാപനം വഴി, ഒന്ന് എക്സ് സർവീസ്മെൻ സൊസൈറ്റിയും പിന്നെ പെരിയാരം പഞ്ചായത്തിലെ ഇവരുടെ ഒരു ഗ്ലോബൽ കുടുംബശ്രീ വഴി നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൾ ഓവർ കേരള. ന്യൂ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഒന്നാണ് നമ്മളുടെ ഫ്രഞ്ച് ഫ്രൈസ് ജാക്ക് ഫ്രൂട്ട്. അത് നമ്മളിവിടെ കൊണ്ടുവന്നതിലുണ്ട്. അതിപ്പോ ഏത് കുട്ടികൾക്കും വേണമെങ്കിൽ കഴിക്കാമല്ലോ. അപ്പൊ നമ്മൾ ചക്ക അങ്ങനെ കുട്ടികൾ കഴിക്കും. മറ്റേത് പൊട്ടറ്റോ ആണല്ലോ കഴിക്കണം. അപ്പൊ നമ്മൾ ചക്ക അവരുടെ ശരീരത്തിലെത്തുന്നു. അപ്പൊ നമ്മളുടെ ഒരു ആരോഗ്യ സംരക്ഷണം അതിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ ഡയബറ്റീസുകാർക്ക് ദോശ, അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ചക്ക ദോശ, ചക്ക മീറ്റ് കട്ട്ലേറ്റ്. അപ്പൊ നമ്മുടെ MPയുടെ മീറ്റും ഞങ്ങളുടെ ചക്കയും കൂടി ആയി കഴിഞ്ഞപ്പോ അത് ദോശയാണല്ലേ. പച്ചച്ചക്ക, അരിപ്പൊടി, അല്പ ഉഴുന്നും കൂടി അരച്ചതാണ്. ചക്ക, അരിപ്പൊടി, അല്പ ഉഴുന്ന്. അതായത് അരിപ്പൊടിയും ഉഴുന്നും നമുക്ക് ദോശക്ക് വേണം. മേജർ പോർഷൻ ചക്കയാണ്. നെയ്യ് അല്ലേ? സാധാരണ ദോശമാവ് പുളിക്കാൻ വെക്കുന്ന പോലെ തന്നെ നമ്മൾ വെക്കണം. അപ്പൊ ഈ നമ്മുടെ അരിയും ഉഴുന്നും അല്ലാതെ ചക്കയും കൂടെ ചേർന്നുകൊണ്ട് ഈ ഷേപ്പ് കിട്ടാൻ പാടായിരിക്കും അല്ലേ? ഷേപ്പ് കിട്ടും. ഇതിപ്പോ കുറച്ച് വീർത്ത് പോയി. ഞങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം വരെ എത്തിയപ്പോൾ ഉണ്ടായ ഒരു സാങ്കേതികത്വം. ദോശ വിത്ത് നമ്മുടെ തേങ്ങ ചട്നി, ചക്ക ദോശ, തേങ്ങ. ഇതാണ് ചക്ക ദോശ. ചക്കദോശ, ചക്കയും ബീഫും കൂടിയുള്ള കട്ട്ലേറ്റ്. നമ്മളാണ് ബീഫ് കൊടുത്തേട്ടാ. ചക്ക അവിടെ നിന്ന് കൊണ്ടത്, ബീഫ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തത്. ബീഫ് കൊടുത്തത്. അപ്പൊ അവിടെ ഭയങ്കര രസമായിരിക്കും. ഇനി ഞാൻ കഴിക്കാൻ പോണത് ചക്ക. എടാ ഇത് ഇത്ര അടങ്ങു നീ ഇത് നമ്മുടെ കട്ട്ലറ്റ് ആണ്. നമ്മുടെ മുതലാളിമാരാണെങ്കിലേ ചില സമയത്ത് പിള്ളേരെ പോലെയാണ്, ചില പറക്കി പിള്ളേരെ പോലെ. അത് ഇപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് വരുള്ളൂ. ഇത് കണ്ട് അതിന്റെ ഉണ്ടാക്കി ചേച്ചിക്കോലും കൊതിയാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ സന്തോഷം. നമ്മുടെ ദോശ കഴിച്ചു, കട്ട്ലറ്റ് കഴിച്ചു, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ പിന്നെ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ കട്ട്ലറ്റ് ദോശ കഴിച്ചു നിൽക്കായിരുന്നു. 3 പ്രാവശ്യം കാശ്മീരിലുണ്ടായിരുന്നു. ഇപ്പൊ റിട്ടയർ ആയതും കാശ്മീരിൽ തന്നെയാണ്.
ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ഗ്രാൻഡ് ഫാദർ ആണ് സർവീസുകാരൻ. ഞാൻ അവിടെ സെക്രട്ടറി ആയിട്ട് 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ കുടുംബക്കാർ ഇങ്ങനെ അവിടെ തന്നെ ഇപ്പൊ ഉണ്ട് ഒരു തലമുറകളൊക്കെ ഇങ്ങനെ 200 കുടുംബം അവിടെ, 1 തലമുറയൊക്കെ അവിടെ കൃഷി ചെയ്യണം. പ്രധാന കൃഷിയാണ് എങ്കിലും മറ്റ് മേഖലകളൊക്കെ ആയിട്ട് പോകും. അപ്പൊ ചക്ക അങ്ങനെ ലോകമെമ്പാടും വളർന്ന് വികസിക്കട്ടെ, പ്ലാവുകൾ കൊണ്ട് നാടുകൾ നിറയട്ടെ, തെങ്ങിന് പകരം പ്ലാവുകൾ നിറയട്ടെ നമ്മുടെ നാട്ടില്, തെങ്ങും വളരട്ടെ. അപ്പൊ കാണാം. വലിയ സന്തോഷം. ഇത് നിങ്ങളുടെ സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോഴേക്കും പുട്ടും കട്ടനും ചക്കയും ആയിക്കോട്ടെ. ഒരുപാട് വിഭവങ്ങൾ ഞങ്ങൾക്കായി. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പകരം ഞാൻ എന്താ തരേണ്ടത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചക്കയാണ്. ഒരു മിനിറ്റ്. ഇത് ചക്ക ഐസ്ക്രീമാണ്. പപ്പായ. ചക്കയ്ക്ക് പകരം വെക്കാൻ ചക്ക മാത്രം. ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. എന്റെ കുട്ടയുടെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കുട്ടയുടെ ഇവിടുന്നാണ് ഈ കണ്ടുപിടിക്കുന്നത്. നന്മയിലേക്ക് നന്മ വീഴും. അത് കുട്ടയുടെ എങ്ങനെ സംഭവിച്ചതാണ്? ഞാൻ നന്മയാണ്. എന്തോ ഇത് അവിടെ വെച്ചേ ചക്കപ്പഴം. ഭക്ഷണത്തിൽ മഴ ഒഴിച്ചു വന്ന് എന്തായിടാ? അവിടെ ആരും മരിച്ചില്ല. മരിച്ചില്ലേ? ഇല്ല. പോയിട്ട് ആരോ മരിച്ചെന്ന് മുന്നിൽ പോയിട്ട് അപ്പൊ മരിച്ചെന്ന് പറഞ്ഞാണ് പോയത്. ആരപ്പ? എന്റെ അപ്പൂപ്പായി. ചെന്നപ്പോ അപ്പൂപ്പ അവിടെ ഇരിക്കുന്നു. അപ്പൂപ്പനല്ല മരിച്ചത്, പിന്നെ പൂച്ച. പൂച്ച അപ്പൂപ്പൻ എന്നാ പറയണത്? ഓ, ഒരുത്തി പൂച്ച പുഴുങ്ങിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൂപ്പന്റെ പേരാണ് പൂച്ച കിട്ടിക്കുന്നത്. അപ്പൂപ്പനാണ് മരിച്ചില്ല. അപ്പൂപ്പന്റെ പേരെന്തായിരുന്നു? അപ്പൂപ്പന്റെ പേര് ചിച്ചു. പൂച്ച ചിച്ചു. അപ്പൂപ്പന്റെ ഒരു ചിച്ചു. ഓ, പൂച്ചേരി ഒരു ചിച്ചു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് പോയത്. ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആരും മരിച്ചില്ല. അയ്യോ അയ്യോ അവിടെ തന്നതാ. ചക്ക പഴമൊക്കെ ഉണ്ട്. എല്ലാം കഴിച്ച് അന്തസാരില്ല. ഇവിടെ ഇഡ്ഡലി സാമ്പാറേ കിട്ടിയില്ല. ഇതെങ്ങനെ കിട്ടട്ടെ? ഓമനേട്ടാ, ഓമനേട്ടാ, എന്താ ഓമനേട്ടാ ഓമനേട്ടന് പറ്റിയത്? എന്താ ഇനിയിപ്പോ വിളിക്കാറ് പോലും ഇല്ലല്ലോ. ഞാൻ ഇവിടെ ഭയങ്കര തിരക്കല്ലേ. അപ്പൊ പിന്നെ എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ ഓമനേട്ടനെ സാധാരണ വിളിക്കാറുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ എന്നെ വിളിക്കാറ് പോലും ഇല്ല. മാത്രല്ല ഞാൻ ഈ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ പറഞ്ഞു വിടാനുള്ള ധൃതിയാ. ഓമനേട്ടന് മാത്രമല്ല മാറ്റം. ആ പാട്ട് റേഡിയോ ഞാൻ ഈ കാലെടുത്ത് വെക്കുമ്പോ തന്നെ ഒരു പാട്ട് അതിൽ നിന്ന് വരുന്നതാ. അപ്പൊ അത് അനങ്ങണ പോലും ഇല്ല. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? ഇവർക്കൊക്കെ ഉണ്ട് മാറ്റം. അതിന് എപ്പോഴും കൊണ്ട് കയറി വന്നു കഴിഞ്ഞാൽ പണ്ട് പ്രാപിച്ചേക്കാം. അത് പണ്ടത്തെ കാര്യം. 5 വർഷം മുന്നേ പ്രായമായിരുന്നു. കാര്യങ്ങളൊക്കെ ശരിയാണ്. നാട്ടിലെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി എപ്പോഴും കയറി വന്നത് മോശമല്ല. പ്രേമമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് സത്യം. അതെന്താ കുര്യാക്കോസേ ആ വർത്താനം പറഞ്ഞത്? എന്ത് വർത്താനം? ഞാൻ എന്ത് വൃത്തികേടാ ഈ കടയിൽ വന്ന് കാണിച്ചിട്ടുള്ളത്? ഞാൻ എന്തെങ്കിലും വൃത്തികേട് കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാ. ഞാനും ഓമനേട്ടനും 5 വർഷം പ്രേമിച്ചവർ തന്നെ. പിന്നെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല കാലമുണ്ട്, ചീത്ത കാലമുണ്ട്. എന്റെ ജീവിതത്തിലെ നല്ല കാലം എന്ന് പറഞ്ഞത് ഞാനും ഓമനേട്ടനായിട്ട് പ്രേമിച്ച 5 വർഷമാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രാരാബ്ദമുണ്ട്. എത്ര വീട്ടിലും നടന്നിട്ടാണെന്നറിയോ ഒരാളൊരു പോളിസി എടുക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇത്തിരി ഒരു മനസ്സിന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ കടയിലോട്ട് വരുന്നത്. ഓമനേട്ടനെ കണ്ട എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാമല്ലോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു വൃത്തികേടിന് വരുന്നതല്ല. ഞാൻ ഈ കടയിലേക്ക് വന്ന ആ ചിന്താമണി ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ
ഇങ്ങോട്ട് വരത്തില്ല. ഇത് കുഴപ്പമില്ല, അങ്ങനെ സന്തോഷം ഇടയ്ക്ക് വന്നോളൂ, അത് കുഴപ്പമില്ല. വേണ്ട വേണ്ട ഓമനേട്ട. നമ്മളതിന് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മള് നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ, കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നത് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഓമനേട്ടന് ഒരു കുടുംബമുണ്ട്, എനിക്കും ഒരു കുടുംബമുണ്ട്. ഞങ്ങൾക്ക് അത് തന്നെയാ വലുത്. അല്ലാതെ ഞാൻ ഓമനേട്ടന്റെ കുടുംബ ജീവിതം തകർക്കാനൊന്നും വരുന്നതല്ല. നീ ഇടയ്ക്ക് വന്നാൽ കുഴപ്പമൊന്നുമില്ല. ചിന്താമണി ഇങ്ങോട്ട് വിളിച്ചേ, ഞാൻ എന്തായാലും കാര്യം പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അല്ല വെറുതെ ഇതാക്കണ്ട, ഞാനത് അവൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവള് ഭയങ്കര സന്തോഷത്തോടെ ഇപ്പൊ വരും അവള്. നീ പോണേ ഇപ്പൊ കാണാം. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാമിന് അവളെ കൊണ്ട് പോണം എനിക്ക്. എന്ത് പ്രോഗ്രാം? ഇന്ന് ടൗൺ ഹാളിലെ യേശുദാസ് വരുന്നുണ്ട്. ഗാനഗന്ധർവൻ യേശുദാസ്. പാട്ടുകാരനോ? ആ, പുള്ളിയുടെ ഗാനമേളയുണ്ട്. എവിടെ? ടൗൺ ഹാളില്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനും അറിഞ്ഞില്ല. സാധാരണ വരുമ്പോ വിളിച്ച് പറയാറുണ്ടോ? അയ്യോ, ഓമനേട്ടനെ അറിയാവുന്നല്ലേ, എനിക്ക് ദാസേട്ടന് എന്തൊരു ഇഷ്ടമാണ്. നിങ്ങൾക്കറിയാവോ, ഞങ്ങള് പ്രേമിച്ച് നടക്കുന്ന സമയത്തെ മറ്റേ കൂട്ടുകുടുംബ സിനിമയില് ദാസാറ് പാടിയിട്ട് പ്രേം നസീർ അഭിനയിച്ചൊരു പാട്ടിൽ എന്താന്ന്, തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ എന്റെ പുറകെ നടന്ന് പാടുമായിരുന്നു. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം നിന്ന് മുടക്കും ഞാൻ. ഈ പ്രോഗ്രാമേ പാസ് വെച്ചാണോ? അയ്യോ, അപ്പൊ പാസ് എങ്ങനെ കിട്ടും? പാസൊക്കെ തീർന്ന്. നിങ്ങക്കൊക്കെ കിട്ടിയോ? നമുക്ക് കിട്ടി. ഇല്ല, 2 പാസ് കിട്ടിയോളൂ. എനിക്കൊരു പാസ് വേണം ഓമനേട്ട. ഓമനേട്ടൻ അറിയാവുന്നല്ലേ എനിക്ക് ദാസാറിനുള്ള സ്നേഹം. പ്ലീസ് ഓമനേട്ട, എനിക്ക് ഒരു പാസ് ഒപ്പിച്ചു താ. ഞങ്ങളല്ലേ പാസ് ഒരു പാസ് ഓമനേട്ട, എനിക്ക് വേണ്ടിയിട്ട് ആ കൂട്ടുകുടുംബ സിനിമയിലെ ആ പാട്ട് ഒന്നും കൂടെ പാടുവോ? പണ്ട് പാടിയ പോലെ എന്ത് മനോഹരായിട്ടെന്നറിയോ പാടുന്നത്. ഞാൻ മാത്രല്ല, ഓമനേട്ടൻ ആ മനസ്സിന് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ കടയിലോട്ട് വരുന്നത്. ഓമനേട്ടനെ കണ്ട എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാമല്ലോ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാനൊരു വൃത്തികേടിന് വരുന്നതല്ല. ഞാൻ ഈ കടയിലേക്ക് വന്ന ആ ചിന്താമണി ചെകുത്താൻ കുരിശ് കാണുന്ന പോലെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. ഇത് കുഴപ്പമില്ല, അങ്ങനെ സന്തോഷം ഇടയ്ക്ക് വന്നോളൂ, അത് കുഴപ്പമില്ല. വേണ്ട വേണ്ട ഓമനേട്ട. നമ്മളതിന് തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, നമ്മള് നല്ല സുഹൃത്തുക്കളെ പോലെയല്ലേ, കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്നത് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഓമനേട്ടന് ഒരു കുടുംബമുണ്ട്, എനിക്കും ഒരു കുടുംബമുണ്ട്. ഞങ്ങൾക്ക് അത് തന്നെയാ വലുത്. അല്ലാതെ ഞാൻ ഓമനേട്ടന്റെ കുടുംബ ജീവിതം തകർക്കാനൊന്നും വരുന്നതല്ല. അടിപൊളി. മുടക്കും കട മുടക്കും. കടയല്ല, കുടുംബം മുടക്കും. വ്യാജ പാട്ടെന്ന് പറഞ്ഞത് കൂട്ടുകുടുംബം. ഇത് കൂട്ടുകുടുംബം അല്ല, പിന്നെ കലാപ കുടുംബം. ഇവിടെ വേറെ കാര്യമുണ്ട്, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പാസ് ഇല്ലായിരുന്നല്ല. നമുക്ക് കുടുംബമില്ല, പാസുമില്ല, നമ്മൾ ഇതിന് വിഷമിക്കുന്നത്. പണ്ട് എങ്ങനെയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞല്ലേ നിന്ന് അങ്ങ് പൊങ്ങും, എന്നിട്ട് കയ്യിരിക്കണ എന്താന്ന് വെച്ചാ അതങ്ങ് കൊടുത്തു വിടും. കിട്ടണ വാച്ച് മുഖം നോക്കണം, ചമ്മിയ മുഖം മാറിയുന്നോ കറണ്ടടി. അതെ, ഇത്രയും പൈസ കൊടുത്തൊരു സ്ഥാപനം തുടങ്ങി വെച്ചിട്ട് അങ്ങനെ തുറന്നിട്ട് അങ്ങ് പോകാൻ പറ്റും? ഇവരിവിടെ ഉണ്ടല്ലോ, വിശ്വസിക്കാൻ കൊള്ളില്ല. കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ. ഇപ്പൊ തിരക്ക് വരുമ്പോ ഇവിടെ സാധനം വേണ്ടേ? കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ തുറന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. കൂട്ടിട്ട് എന്താ പറഞ്ഞേ? എന്താ ഞാൻ എന്താ പറഞ്ഞു? നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞല്ലായിരുന്നു? എവിടെ? ഗാനഗന്ധർവ യേശുദാസിന്റെ ഗാനമേള കേൾക്കാൻ. അതാണല്ലേ നമുക്കൊരു നിലയും വിലയില്ലേ? ഉണ്ടായില്ലേ? കഴിഞ്ഞ മാസം നമ്മൾ വിനീത് ശ്രീനിവാസന്റെ ഗാനം വിളക്കാൻ പോയില്ലേ? പോയി. എവിടെ ഇരുന്നത്? മുന്നിൽ, സ്റ്റേജിന്റെ മുന്നിൽ, തൊട്ടടുത്ത് കാണുന്ന തരത്തില്. അപ്പൊ യേശുദാസ് സാറിന്റെ ഗാനം വിളക്കാൻ പോകുമ്പോ എവിടെ ഇരിക്കണം? മുന്നിൽ. അങ്ങനെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പോവാതിരിക്കണം. അല്ല, അയാളുടെ പാസ് അത്ര നല്ലതല്ല. പാസാ ഗാലറിയുടെ മേളില്. ചുമ്മാ ഞാൻ കണ്ടല്ലേ, അത് മുന്നിൽ തന്നെയാന്നാ പറഞ്ഞത്. അല്ലെന്ന് പുള്ളി പറഞ്ഞില്ലേ VIP പാസ് എന്ന് പറഞ്ഞില്ലേ? VIP പാസ് എന്ന് പറഞ്ഞ് പറ്റിച്ച് നോക്കപ്പെടില്ല അറിയണത്. ആ ഗാലറി പാസ് എനിക്ക് മനുഷ്യനെ കടന്ന് പുല്ല്.
പിന്നെ അല്ല ഒപ്പിക്കളഞ്ഞത് ആ മെമ്പറിങ് വരട്ടെ കുട്ടേട്ടാ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? നീ ബാക്കി പോയിരിക്കോ? ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല, ഞാനാണ് പോരുന്നത് കാണുന്നത്. എന്നെ ഇഷ്ടപ്പെട്ട ആഗ്രഹമല്ലേ? നീ വെറുതെ ഇരുന്ന് കരയേണ്ട കാര്യമില്ല. ഇത് വളരെ മോശം കുട്ടിയുടെ ചെയ്തത്. എന്ത് മോശം പറഞ്ഞു? എന്നെ എവിടെ കൊണ്ടുപോകാൻ അവന്റെ സിനിമയിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. നോക്ക് സൺഡേ ജോളി അടിച്ചോ പിടിക്കും. ഞാൻ പറഞ്ഞ അടുത്ത ആഴ്ച ഉണ്ട്. സാർ ആലപ്പുഴ വരുന്നുണ്ട്. ആ അവിടെ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞല്ലോ. ഈ ഓമനക്കൂടനെ അങ്ങനെയാണ് കരുതിക്കുന്നത്. എന്ന് നമുക്ക് സിനിമയ്ക്ക് പോവാം. കിടക്കുന്നത് നിങ്ങളുടെ പാസ്. അതെ, ഓമനന്റെ പണ്ടേ ഉള്ള സ്വഭാവം പറഞ്ഞു പറ്റിക്കാന്നുള്ളത്. ഞാൻ അത്ര ബുദ്ധിയില്ലാത്തോണ്ടൊന്നുമല്ല. അല്ലല്ലോ എന്നെ പറഞ്ഞാ മതി. ഈ നാട് മൊത്തം നടക്കുന്ന ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പരിപാടിയുടെ കാര്യം. ഈ പരിപാടി കാണായിരുന്നു. കഴിഞ്ഞ മാസം ഈ പാസുമായിട്ട് ചെന്നിരുന്നെങ്കിൽ. അതും നമ്മുടെ ഈ ടൗണിലല്ല, അങ്ങ് തൃശ്ശൂര്. പറഞ്ഞു പറ്റിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതല്ലേ കുട്ടേട്ടൻ വലിച്ചു കീർത്തുന്ന ആ പാസ്? അപ്പൊ എന്നെ കൊണ്ടുപോകാതെ അവക്ക് ഈ പാസ് കൊടുത്തു വിട്ട് അവളെ ഗാനഗന്ധർവനെ കാണിക്കാൻ വിട്ടിരിക്കായിരുന്നോ? ആയിരുന്നോ? 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 ഇത് എടി ഗൃഹമണ്ടി, ഇത് കഴിഞ്ഞ മാസം നടന്ന പരിപാടിയാണെന്ന് അറിഞ്ഞിട്ട് അവർക്ക് കൊടുത്തുവിട്ടേ ഞാൻ. ഇത് നീ എന്തായിരിക്കും 27 ഇവിടെ കിട്ടുകാർ വരിക? ഞാൻ കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യനല്ലേ? എനിക്ക് എന്റെ ഭാര്യ ജീവനല്ലേ? എന്റെ ഭാര്യ കണ്ണിലെ കൃഷ്ണമണി പോലെ കാണുന്ന എന്റെ കുടുംബം കളിക്കേണ്ട ഒരു പെണ്ണ് ഇറങ്ങി പുറപ്പെട്ട അവളെ ഒഴിവാക്കണം എങ്ങനെയെങ്കിലും. പെണ്ണാണ് സൂക്ഷിച്ചവനെ ഒഴിവാക്കാൻ, അല്ലെ പ്രശ്നമാവും. അത് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ചില ഒഴിവാക്കൽ നടത്തും ഞാൻ. എന്നാൽ ഈ മെമ്പർ 50 രൂപയ്ക്ക് വേണ്ടി